ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ മാങ്ങാച്ചാറാണ്. ഇതിനു വേണ്ടി ഞാൻ 2 വലിയ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പാത്രം നമുക്ക് ചൂടാക്കാൻ വേണ്ടി വെക്കാം. അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിനു വേണ്ടി നല്ലെണ്ണയാണ് മാങ്ങാച്ചാറിന് ഏറ്റവും രുചി ഉണ്ടാക്കുന്നത്. ഞാനൊരു 3 തൊട്ട് 4 ടേബിൾ സ്പൂൺ വരുന്ന നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ വരുന്ന കടുകും ചേർത്തിട്ടുണ്ട്. ഇനി കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, 2 വറ്റൽമുളക്, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു ലേശം മഞ്ഞൾപ്പൊടി. ആദ്യം തന്നെ ഞാൻ തീ കുറച്ച് വെച്ചതിന് ശേഷം ഞാൻ വളരെ ചെറിയ തീ തന്നെയാണ് വറ്റൽമുളകും കറിവേപ്പിലയും പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് മൂപ്പിക്കുന്നത്. ഞാൻ ഓരോന്നോരോന്നായിട്ടാണ് ഇടുന്നത്. ഇതിൻ്റെ വെള്ളമെല്ലാം പോയി അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുന്ന വരെ ഞാനിത് എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിക്കുന്നുണ്ട്. എണ്ണയിൽ കിടന്ന് ഇതെല്ലാം നന്നായിട്ട് മൂത്തൊന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി പൊടികളെല്ലാം എൻ്റെ അത് ചേർക്കാവുള്ളൂ. മസാലപ്പൊടികളായിട്ടുള്ള മുളക് പൊടി ആയാലും മഞ്ഞൾപ്പൊടി ആയാലും ഉലുവ, കായപ്പൊടി ഇതിൻ്റെ അകത്ത് ഞാൻ ചേർക്കുന്നുള്ളൂ. ഇനി ഞാൻ ബാക്കി വരുന്ന പൊടിയെല്ലാം ചേർക്കുകയാണ് എൻ്റെ കൂട്ടത്തിൽ. ഇനി അതെല്ലാം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണവും പച്ചച്ചുവയും എല്ലാം മാറുന്നവരെ ഞാൻ ഇതിൻ്റെ അകത്ത് എണ്ണയ്ക്കകത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയൊരു കളർ ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. അതുകൊണ്ട് അത് വലിയ എരിവൊന്നും കാണത്തില്ല, കാണുന്ന നിറം മാത്രമേ ഉള്ളൂ. പൊടികളെല്ലാം മൂത്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ ആദ്യമേ കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നീട് ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് മാത്രം ബാക്കി ചേർക്കാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം വരുന്ന രീതിയിൽ മാത്രമേ ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഉപ്പ് ചേർത്തതിന് ശേഷം ഞാനിവിടെ വിനാഗിരി ഒഴിക്കാൻ പോവുകയാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ ആദ്യം ഒഴിച്ച് നോക്കുകയാണ്. കാരണം ഇവിടെ ഞങ്ങൾക്ക് ജർമ്മനിയിൽ കിട്ടുന്ന മാങ്ങയ്ക്ക് അധികം ചിലപ്പം പുളി കാണത്തില്ല. പിന്നെ എനിക്കിപ്പോൾ കിട്ടിയ മാങ്ങയ്ക്ക് പുളിയില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർക്കുന്നുണ്ട്. വിനാഗിരി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കണം. ഞാനിവിടെ വളരെ ചെറിയ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതിന് ശേഷം ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ മാങ്ങയെല്ലാം ചേർക്കുന്നുണ്ട്. ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം, മസാലയെല്ലാം എത്തണം. പിന്നെ ഞാനിവിടെ ഒരുപാട് നീട്ടിയല്ല, എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം പോലെ ആകുന്ന രീതിയിലല്ല മാങ്ങാച്ചാർ വെക്കുന്നത്. കുറച്ച് ഡ്രൈ ആയിട്ട രീതിയിലാണ് ഞാനിവിടെ മാങ്ങാച്ചാർ വെക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ചൂടുവെള്ളം വളരെ കുറച്ച് ചേർത്ത് ഇത് കുറച്ച് ലിക്വിഡ് ഫോമിലോട്ട് ആക്കാൻ പറ്റും. ഞാനിനിയിപ്പം കുറച്ച് രുചി നോക്കിയിട്ട് ഇനി ഉപ്പോ അല്ലെങ്കിൽ വിനാഗിരിയോ ആവശ്യമുണ്ടോ നോക്കിയിട്ട് ഞാൻ ചേർക്കും. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്. അപ്പോൾ വീണ്ടും ഞാനൊരു 1/2 ടീസ്പൂണോളം വരുന്ന ഉപ്പും ചേർത്തു. 1 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ച് നോക്കി. അങ്ങനെ
നമ്മുടെ സ്വാദിഷ്ടമായ മാങ്ങാച്ചാർ നമ്മുടെ ഓണത്തിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു മാങ്ങാച്ചാറാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.